പിന്നെ ഈ അധ്യായത്തിന് വല്ല പ്രത്യേകതയുമുണ്ടോ? ചില ആളുകളൊക്കെ ഇപ്പോൾ ഉറുമ്പ് ശല്യം വീട്ടിൽ നിന്ന് ഒഴിവാകാൻ സൂറത്തുൻ നംൽ പാരായണം ചെയ്യുക എന്ന് അഭിപ്രായപ്പെട്ട ആളുകളുണ്ട്. വീട്ടിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉറുമ്പിൻ്റെ ശല്യം, ഇപ്പോൾ ഉറുമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ഉറുമ്പുകളെ കുറിച്ച് പഠനം നടത്തി ആയിരക്കണക്കിന് വർഗ്ഗമുണ്ട് എന്നാണ് ഉറുമ്പുകളുടെ കൂട്ടത്തിൽ. നമുക്കാകെ പേരെടുത്ത് എണ്ണി പറയാവുന്ന ചിലപ്പോൾ കുനിയൻ ഉറുമ്പ്, കട്ടുറുമ്പ്, മറ്റേ കുഞ്ഞൻ ഉറുമ്പ്, പിന്നെ പുളി ഉറുമ്പ്, ഇങ്ങനെയൊക്കെ ഇപ്പോൾ കുറച്ച് ഉറുമ്പുകൾ കഴിഞ്ഞാൽ നമ്മളെ 10 പേരിൽ തികച്ച് നമുക്ക് എണ്ണാൻ കഴിയില്ല. പക്ഷെ അത് ആയിരക്കണക്കിന് ഐറ്റംസ് ഇവയുടെ ലോകത്തുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ നമുക്ക് ചിന്തിപ്പിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു കുഞ്ഞു ജീവിയെ എടുത്ത് ഇപ്പം നമ്മൾ ചോദിക്കും എന്താപ്പോൾ ഒരു നംലിൻ്റെ പേരിലൊരു സൂറത്ത്, എന്താപ്പോൾ അതങ്ങനെ? ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു കേവലം ഒരു സൃഷ്ടി, അതിനെക്കുറിച്ച് മാത്രം അപഗ്രഥിച്ചുകൊണ്ട് പഠനം നടത്തിയിട്ടുള്ള ആളുകൾ വാതോരാതെ സംസാരിക്കുകയാണ്. മതവിശ്വാസികളല്ലതൊന്നും, അല്ലാത്തവരാ. അപ്പൊ സുബ്ഹാനല്ലദി, അള്ളാഹു എത്ര പരിശുദ്ധനാണ്, ഇത്രയും വലിയ രൂപത്തിലുള്ള അഗാധമായ അത്ഭുതകരമായ ചെറിയ വസ്തുക്കളിൽ പോലും ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള സൃഷ്ടാവായ റബ്ബ്, അവൻ്റെ മഹത്വമാണ് നമ്മളിതിലൂടെയൊക്കെ മനസ്സിലാക്കേണ്ടത്. അതാണ് വിശുദ്ധ ഖുർആൻ ഇപ്പോൾ പറയുമ്പോഴും അതിനെക്കുറിച്ച് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തും, വഫീ കുല്ലി ശൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു. ഈ ലോകത്തുള്ള പ്രപഞ്ചത്തിലുള്ള ഏതൊരു വസ്തുവിനെ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതിലൊക്കെ ഒരു ദൃഷ്ടാന്തമുണ്ട്. എന്തിനാ ദൃഷ്ടാന്തം? തദുല്ലു അലാ അന്നഹു വാഹിദു. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഏകനായ ഒരു സൃഷ്ടാവിൻ്റെ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടുതൽ പഠിക്കും തോറും മനുഷ്യൻ യുക്തിവാദിയോ നിരീശ്വരവാദിയോ ആവുകയല്ല ചെയ്യുക, മറിച്ച് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില. അതാണ് അല്ലാഹ് പറഞ്ഞത്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാത്തിൽ ലിഉലിൽ അൽബാബ് എന്നൊക്കെ പറഞ്ഞില്ലേ. ചിന്തയുടെ അവസാന ഘട്ടം നിരീശ്വരത്വമല്ല. മനുഷ്യൻ യുക്തിയിലൂടെ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിച്ചാൽ അത് അവനെ എത്തിക്കുന്നത് നാസ്തികതയിലേക്കല്ല, നിരീശ്വര നിർമ്മതവാദത്തിലേക്കല്ല, മറിച്ച് മനുഷ്യന്റെ ചിന്ത യഥാർത്ഥത്തിൽ എത്തിക്കുക എവിടേക്കാണ്? യഥാർത്ഥ വിശ്വാസത്തിലേക്കാണ് എത്തിക്കുക. അതാണ് വഫീ കുല്ലി ശൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു. അപ്പൊ ഈ ഉറുമ്പിന്റെ ശല്യം വീടുകളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ഇപ്പോൾ പല നമ്മുടെ നാട്ടിലൊക്കെ ഇറങ്ങിയിട്ടുള്ള പല പുസ്തകങ്ങളുണ്ട്, മൻസില്, മഫാസ്, അങ്ങനെയുള്ള പല എല്ലാത്തിനും ഒറ്റമൂലി ദിക്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പലരും ഇങ്ങനെ പറഞ്ഞു കാണാം, ഉറുമ്പ് ശല്യം ഉണ്ടെങ്കിൽ സൂറത്തുൻ നംല് മൊത്തം പോതുക, അതല്ലെങ്കിൽ ഇതിലെ വഹുശറ ലിസുലൈമാന ജുനൂദുഹു മിനൽ ജിന്നി വൽ ഇൻസി എന്ന് പറയുന്ന ഉറുമ്പിനെ കുറിച്ചുള്ള പരാമർശം പറയുന്ന ആയത്തൂതുക, എന്നിട്ട് അത് വെള്ളത്തിൽ ഊതാതെ അവിടെ ഇവിടെയും തെളിക്കുക, അല്ലെങ്കിൽ പാത്രത്തിൽ എഴുതി വെക്കുക, എന്നാൽ പിന്നെ ഉറുമ്പ് വരൂല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിശ്ചിത ആയത്ത് അത് ഇന്ന കാര്യത്തിന് വേണ്ടി ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് എന്നൊക്കെ ഖാസായിക്കൊണ്ട് പറയണമെന്നുണ്ടെങ്കിൽ അതിന് പ്രമാണ പിൻബലം വേണം. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അടിസ്ഥാന നിയമമാണ് ഞാൻ പറയുന്നത്. ഇത് ഈ ഒരു ഉറുമ്പിൻ്റെ ഈ വിഷയത്തിൽ മാത്രമല്ല. ഇപ്പം വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകൾക്ക് സൂറത്തുകൾക്കൊക്കെ അതിന് ഇന്ന പ്രാധാന്യമുണ്ട്, ഇന്ന പ്രത്യേകതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആളുകൾ പറയാറുണ്ട്. വാസ്തവത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇന്ന കാര്യത്തിന് ഇന്ന ആയത്താണ് ഓതേണ്ടത് എന്നിങ്ങനെ പറയണമെങ്കിൽ അതിന് പ്രമാണമാണ്, അല്ലെങ്കിൽ അത് ബിദ്അത്താകും, അത് ബിദ്അത്തായ വാദമാകും. മഹാനായ ഷെയ്ഖ് ബക്കർ അബൂ സയ്യിദ് റഹിമഹുല്ല, സൗദി അറേബ്യയിൽ ജീവിച്ചിരുന്ന ഒരു വലിയ മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഇത്തരം വിഷയങ്ങളിൽ നമ്മുടെ മനസ്സിൽ അത് ഉണ്ടായിരിക്കണം. അദ്ദേഹം പറയാണ്, വമിനൽ ബിദ്അഇ അത്തഖ്സീസു ബിലാ ദലീലിൻ ബിഖിറാഅത്തി ആയത്തിൻ ഔ സൂറത്തിൻ ഫീ സമാനിൻ ഔ മകാനിൻ ഔ ലിഹാജത്തിൻ മിനൽ ഹാജാതി വഹകദാ ഖസ്ദു തഖ്സീസി ബിലാ ദലീൽ. എന്താണ് പറയുന്നത്? നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അടിസ്ഥാനപരമായൊരു കാര്യമാണ്. ഇത് എല്ലാ സമയത്തേക്കും നമുക്കിത് ബാധകമാണ്. വമിനൽ ബിദ്അഇ, ബിദ്അത്തുകളിൽ പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബിദ്അത്തുകളെ കുറിച്ച് പരാമർശിക്കവെയാണ് അദ്ദേഹം ഇത് പറയുന്നത്. വമിനൽ ബിദ്അഇ, ബിദ്അത്തായ കാര്യങ്ങളിൽ പെട്ടതാണ് എന്ത്? അത്തഖ്സീസു ബിലാ ദലീലിൻ, ഒരു പ്രമാണത്തിൻ്റെയും പിൻബലമില്ലാതെ നമ്മൾ പ്രത്യേകത കൽപ്പിക്കുക. ഏതിന്? ബിഖിറാഅത്തി ആയത്തിൻ, ഏതെങ്കിലും ഒരു ആയത്ത് പ്രത്യേകം ഓതുന്നതിനെ കുറിച്ച്, ഔ സൂറത്തിൻ, അല്ലെങ്കിൽ ഒരു പ്രത്യേക സൂറത്ത് പാരായണത്തെക്കുറിച്ച്. എപ്പോൾ? ഫീ സമാനിൻ, ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ, ഔ മക്കാനിൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത്,
ഔ ലിഹാജത്തിൻ മിനൽ ഹാജാതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആവശ്യാർത്ഥം നമ്മൾ ഇന്ന സൂറത്ത്, ഇന്ന ആയത്ത്, ഇന്നതിന് പരിഹാരമാണ് എന്നിങ്ങനെ തഖ്സീസ് ചെയ്തു പറയുക എന്നുള്ളത് ബിദ്അത്താണ്. ബിദ്അത്ത് ആവാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം? ദലീൽ വേണം. ദലീൽ എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറയണം, അല്ലെങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. എനിക്കിങ്ങനെ തോന്നുകയാണ്, എനിക്കത് ചെയ്തിട്ട് ഫലം കിട്ടിയിട്ടുണ്ട്, അതിന് മുജറബ് എന്നാ പറയാം. മുജറബാത്തുകൾ എന്ന് പറഞ്ഞിട്ട് ലോകത്ത് പലരും കിതാബുകൾ എഴുതിയിട്ടുണ്ട്. അവരവർ ചെയ്തിട്ട് അവർക്ക് കാര്യം കിട്ടിയതൊക്കെ ഓരോരുത്തരോട് ഇങ്ങനെ പറയും, നിങ്ങളും ചെയ്തോളി, ഇത് നിങ്ങൾക്ക് കാര്യം കിട്ടും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ചെയ്യുന്നതിന് നമുക്ക് പ്രമാണങ്ങളുടെ പിൻബലമില്ല. മറിച്ച് ഇസ്ലാമികമായി ദലീലുള്ളത് നമുക്ക് ചെയ്യാം, അല്ലാത്തതിന് നമുക്ക് ഒരാളോട് പറയാൻ പറ്റൂല. അത് നമ്മൾ മതത്തിൽ പുതിയതായിട്ടൊരു കാര്യം ഉണ്ടാക്കലാകും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ സൂറത്തുൻ നംല് ഇങ്ങനെ പാരായണം ചെയ്യാം, ഉറുമ്പിന്റെ ശല്യം വീട്ടിൽ നിന്ന് ഒഴിവാകുവാൻ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഓരോന്നും പറയാലോ. ഒരാൾക്ക് പറയാം വീട്ടിൽ വണ്ണാത്തിവലയുടെ ശല്യം ധാരാളമുണ്ട്, എട്ടുകാലിയുടെ ശല്യം വീട്ടിൽ ധാരാളമുണ്ട്, അതിന് അങ്കബൂത്ത് ഓതിയാൽ മതി എന്ന് പറയാൻ പറ്റൂല. അപ്പൊ അതും പറയും ആളുകൾ. ഈ അങ്കബൂത്ത് സൂറത്ത് ഓതിയാൽ എട്ടുകാലി ശല്യം വീട്ടിലുണ്ടാവില്ല. അല്ലെങ്കിൽ തേനീച്ച കുത്തിക്കഴിഞ്ഞാൽ ചീർത്ത് വീർക്കും മനുഷ്യൻ, അതിന്റെ കടി കൊണ്ട ഭാഗത്ത് നമ്മൾ സൂറത്തുൻ നഹ്ല് പാരായണം ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അതും നമുക്ക് പറയാൻ പ്രമാണങ്ങളുടെ പിൻബലുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു പ്രമാണം ഇല്ലാത്തിടത്തോളം കാലം ഏതെങ്കിലും അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ ബിഖിറാഅത്തി ആയത്തിൻ ഔ സൂറത്തിൻ ഫി സമാനിൻ ഔ മക്കാനിൻ, അങ്ങനെ ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ഇന്ന ആയത്ത് ഇന്നതിന് പരിഹാരം, ഇന്ന സൂറത്ത് ഇന്നതിന് പരിഹാരം എന്നിങ്ങനെ പ്രമാണമില്ലാതെ പറയൽ വമിനൽ ബിദ്അഇ, അത് ബിദ്അത്തിൽ പെട്ടതാണ്. അപ്പൊ അത് ഇതിലേക്ക് മാത്രമല്ല, ഏത് വിഷയം നമ്മൾ തർക്കത്തിൽ വരുമ്പോൾ നമ്മൾ അത് നോക്കിയാൽ മതി. അങ്ങനെ പ്രമാണത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇല്ലയോ നമ്മുടെ വകയായിട്ട് നമ്മളതിനെന്ത് ചെയ്യാണ്? നമ്മളതിന് ആ പ്രത്യേകത ഉണ്ട് എന്ന് എന്നോട് ആരാ പറഞ്ഞ്? എനിക്കെന്താ അതിനധികാരം? അള്ളാന്റെ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഇന്ന ആയത്ത്, ഇന്ന സൂറത്തിന് ഇന്ന പ്രത്യേകത, ഇന്ന സ്ഥലത്ത് ഇന്ന വിഷയത്തിന് എന്ന് പറയാൻ എനിക്കെന്താ അധികാരം? അത് വഹയിലൂടെയല്ലേ കിട്ടേണ്ടത്. അത് അള്ളാഹ് പറയണം, അള്ളാന്റെ റസൂല് പറയണം. അത് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അത് എന്തായി മാറുന്നത്? ബിദ്അത്തായി മാറുന്നത്. അതാണ് നമുക്ക് ആ വിഷയത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം.